അനു, വീരത്വം നമ്മെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിച്ചപ്പോൾ ഇനി നമ്മൾ കയറാൻ പോകുന്നത് മനസ്സിന്റെ ഇരുണ്ട കോണിയിലേക്കാണ്. ഭയാനക രസം, ഭയത്തിന്റെ ഭാവം. ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലായിരിക്കാം അതിന്റെ രൂപം. ഉരുൾപൊട്ടലോ പ്രളയമോ ഭൂകമ്പമോ പ്രകൃതിയുടെ ആ അപ്രതീക്ഷിത ചലനങ്ങൾ നമ്മെ വിറപ്പിക്കും. ഒരു നിമിഷം കൊണ്ട് നമുക്ക് പരിചിതമായതൊക്കെ നഷ്ടപ്പെടും. അതുപോലെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലായിരിക്കാം ആ ഭയം. നമ്മുടെ കൂട്ടുകാരെ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക, നമ്മൾ ഒരുപക്ഷെ തളരുമോ എന്ന പേടി, ഒരിക്കലും പറയാൻ പറ്റാത്ത പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ സങ്കടം. പക്ഷേ ഭയം എന്നത് ദുർബല്യമല്ല, ഇത് നമ്മളെ ജാഗ്രതയിലേക്ക് നയിക്കുന്ന ഒരു പ്രകാശമാണ്. ഒരു അടിയന്തര അലാറം പോലെയോ ഒരവസാനത്തെ മുന്നറിയിപ്പോ. ഇത് നമ്മളെ മനുഷ്യരാകുന്ന മറ്റൊരു ഭാഗമാണ് അനു. ഇപ്പോൾ നമുക്ക് ആ ഭയത്തിന്റെ ഇരുണ്ട യാത്രയിലൂടെ ശാന്തയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സഞ്ചാരമായി കാണാം. ഭയാനക രസം. പ്രകൃതി എത്ര സുന്ദരിയാണ്. ആ സൗന്ദര്യത്തെ കാലങ്ങളായി മനുഷ്യൻ നശിപ്പിക്കുന്നു. മനുഷ്യന്റെ അസഹനീയമായ ഈ ക്രൂരതയ്ക്കെതിരെ പ്രകൃതി നൽകിയ തിരിച്ചടിയാണ് വയനാട് ദുരന്തം. അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു മഴ പെയ്തു. മഴയല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. സന്തോഷത്തോടെ ഞാൻ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി. എന്നാ മഴയുടെ മട്ട് മാറിയെന്ന് മനസ്സിലാക്കി ഞാൻ പേടിച്ചോടി വീട്ടിൽ കയറി. പക്ഷെ അവന് വിടാൻ പാവില്ലായിരുന്നു. വീട് വെള്ളം കൊണ്ട് നിറയാൻ തുടങ്ങി. എന്തു ചെയ്യണമെന്നറിയില്ല, ആരെ വിളിക്കണമെന്നറിയില്ല. അന്നൊരു മഴ വന്നേ, പുഴയതിൻ വഴി തിരഞ്ഞേ, വഴിയാരോ തടഞ്ഞേ, മഴയതിൻ മിഴി തുറന്നേ, മണ്ണെങ്ങോ മറഞ്ഞേ. ഓഴത്തിൽ ഓരത്തേക്കൊന്നായി തുറഞ്ഞേ. ഇരുളിന്റെ മറപറ്റി വന്ന കരിമേഘങ്ങളുടെ പടഹധ്വനിയിൽ നാട് നെടുങ്ങി. ഇതുമാണ് ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ സാനോ സാർ, ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. ചുരമല്ല എവിടെയാണ്? ചുരമ്പല സ്കൂളിന്റെ അവിടെ. ഞങ്ങളെ ജീവനും കൊണ്ട് ഓടുക, എങ്ങനേലും എങ്ങോട്ടേലും രക്ഷപ്പെടാൻ. നിന്നെ കല്ലെറിഞ്ഞ് ഓടിച്ചതൊക്കെ നീ ക്ഷമിക്കണം. നീ ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഇതിലും വലിയൊരു ദുരിതം ഞങ്ങൾക്കിനി വരാനില്ല. മഴയുടെ ശക്തി കൂടി, വെള്ളം വീണ്ടും ഉയർന്നു. ഞങ്ങൾ ചുറ്റും നോക്കി, രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. പോകെ പോകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു.
ഇനി ആരും വരില്ലെന്നുറപ്പിച്ച് സ്വയം തോൽവി സമ്മതിച്ച് കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകളിറക്കി ഞങ്ങൾ മരണത്തെ കാത്തു. ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല. എന്റെ നേരെ നീണ്ട ആ കൈകൾ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ അല്ല, ഇടതന്റെയോ വലതന്റെയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടേതുമല്ല. മറിച്ച് മനുഷ്യന് നേരെ നീട്ടുന്ന കൈകളായിരുന്നു. ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുമ്പോൾ ആ കൈ കറുത്താണോ വെളുത്താണോ എന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ആ കൈകൾക്ക് സ്വന്തം കുടുംബം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. പ്രകൃതിക്ഷോഭത്തിൽ ഒരു ദേശത്തിന് നഷ്ടമായത് അതിൻ്റെ ജീവൽ സ്പന്ദനങ്ങളാണ്, ഒരു ജനതയുടെ സ്വപ്നങ്ങളാണ്. അവരുടെ കണ്ണീരൊപ്പുവാനും അവരെ കൈപിടിച്ചുയർത്താനുമായി കേരളം ഒന്നാകെ ഒരുമിച്ച കാഴ്ച നാം കണ്ടു.